പുരാതൻ കാലത്ത് കിഷ്കിന്ധയിൽ 2 വാനർ സഹോദരന്മാർ ഉണ്ടായിരുന്നു, ബാലിയും സുഗ്രീവനും. ബാലി അത്യന്തം ശക്തൻ. ഒരിക്കൽ അവൻ എതിരാളിയെ അടിക്കുമ്പോൾ മുന്നിൽ നിന്നവന്റെ പാടും പിന്നിൽ നിന്നവന്റെ പാടും ഒരുപോലെ വരുമെന്ന് പറയുമായിരുന്നു. മയാവി യുദ്ധം. ഒരു ദിവസം മയാവി എന്നു പേരുള്ള അസുരൻ ബാലിയെ ചേലഞ്ച് ചെയ്തു. ബാലി അവനെ പിന്തുടർന്ന് ഒരു ഗുഹയിൽ കയറി. സുഗ്രീവൻ പുറത്തു കാത്തു നിൽക്കുമ്പോൾ ഗുഹയിൽ നിന്ന് രക്തം ഒഴുകുന്നത് കണ്ടു. അവൻ കരുതി, അയ്യോ, അണ്ണൻ മരിച്ചു. ഭയന്ന് ഗുഹയുടെ വാതിൽ കല്ലുകൊണ്ട് അടച്ചു. മടങ്ങിയെത്തിയ ബാലി. യാഥാർത്ഥ്യത്തിൽ ബാലി മരിച്ചില്ല, അവൻ മയാവിയെ കൊന്നു. പക്ഷേ പുറത്തു വന്നപ്പോൾ ഗുഹയുടെ വാതിൽ അടഞ്ഞിരുന്നു. ബാലിക്ക് സംശയം. സുഗ്രീവൻ വാതിൽ അടച്ചതല്ലേ, എന്നെ തെറിപ്പിക്കാൻ? അതോടെ ബാലിയുടെ മനസ്സിൽ സംശയം, കോപം, ദ്വേഷം എല്ലാം നിറഞ്ഞു. സുഗ്രീവത്തിന് നാടുകടത്തൽ. സുഗ്രീവം കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ബാലി അവനെ രാജ്യത്തിൽ നിന്ന് ഒഴിപ്പിച്ചു. അവന്റെ ഭാര്യ താര പോലും ചേർന്ന് നിന്നെങ്കിലും ബാലിയുടെ കോപം മാറിയില്ല. സുഗ്രീവം കാട്ടിൽ ഒളിച്ചു നടക്കുമ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും അവനെ കണ്ടു. സീതയെ കണ്ടെത്താൻ സുഗ്രീവത്തിന്റെ സഹായം വേണ്ടിവന്നു. പകരം സുഗ്രീവത്തെ രക്ഷിക്കാമെന്ന് ശ്രീരാമൻ വാഗ്ദാനം ചെയ്തു. ബാലിയുടെ അന്ത്യം. സുഗ്രീവം ബാലിയെ യുദ്ധത്തിനു വിളിച്ചു. യുദ്ധം തുടങ്ങുമ്പോൾ ശ്രീരാമൻ അമ്പുകൊണ്ട് ബാലിയെ വീഴ്ത്തി. അവസാന നിമിഷത്തിൽ ബാലി ചോദിച്ചു, നീ എന്തിനാണ് മറവിൽ നിന്ന് എന്നെ എറിഞ്ഞത്? ശ്രീരാമൻ മറുപടി പറഞ്ഞു, ധർമ്മപാതത്തിൽ തെറ്റി നീ അന്യായം ചെയ്തതുകൊണ്ട് തന്നെ.